നിയമപരമായ മുന്നറിയിപ്പ്. ആരാണ് സുഖം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പീഡനത്തിന് വലിയ വില കൊടുക്കേണ്ടി വരും. ഈ നാടകത്തിൻ്റെ ചിത്രീകരണ വേളയിൽ ആരും പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് അറിയിക്കുന്നു. പുകവലി, മദ്യപാനം, തമ്മിൽ തല്ല്, അമിത ഭക്ഷണം, ആക്രാന്തം തുടങ്ങിയവ ആരോഗ്യത്തിന് ഹാനികരം ആണ്. സഹൃദയരെ, ഡാർവിൽ ഡംബിയാർഡ് തിയേറ്റേഴ്സ് അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്ന മൂന്നാമത് നാടകം ഡാർവിലപുരത്തെ ഓണാഘോഷം. ഡാർവിലപുരം കൊട്ടാരത്തിലേക്ക് വീണ്ടും നിങ്ങൾക്കേവർക്കും സ്വാഗതം. കൊട്ടാര രഹസ്യങ്ങൾ അങ്ങാടിപ്പാട്ടാണെങ്കിലും വീണ്ടും നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ ക്ഷണിക്കുന്നു രാജകൊട്ടാരത്തിലേക്ക്. ഇത് ഒരു കോമഡി സ്കിറ്റാണ്. കൃത്യമായ ഇടവേളകളിൽ ചിരിച്ച് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. ഏറ്റവും പുതിയ ആക്ഷൻ കോമഡി ത്രില്ലർ പുണ്യപുരാണ നാടകം ഡാർവിലപുരത്തെ ഓണാഘോഷം. രാജരാജചോരൻ, വീരവീര ഊളൻ, മൂടാതി മൂടൻ, ശിങ്കാരവേലൻ, ഡാർവിലപുരം വാഴും ടെറിട്ടറി തിരുനാൾ സോജരാജാവ് എഴുന്നള്ളുന്നേ. തിങ്കളോ ജ്ഞാനപ്പഴം വരിക വരിക വടിവേല ഹരഹരോ ഹരഹര ഹരഹരോ ഹര. ധില്ലം ധില്ലം ധളങ്കിണക്ക ചെണ്ടമൃതംഗം മേലേക്കാവിൽ പൂരക്കാവടി പീലിക്കോലടി പാണ്ടിപ്പടയണി മേളം. കൊള്ളാം കൊള്ളാം, ഫാന്റാസ്റ്റിക് പെർഫോമൻസ്. നിങ്ങളുടെ ഈ പെർഫോമൻസ് അടിപൊളി. നോം ദൃഢത പുളങ്കിതനായിരിക്കുന്നു. നമ്മുടെ പ്രജകൾക്ക് ക്ഷേമം തന്നെയല്ലേ? പ്രഭു, നമ്മുടെ ജനങ്ങളുടെ പരാതി അങ്ങ് അറിയുന്നില്ലേ? അങ്ങയുടെ മീശ പോലെ ദിനംപ്രതി കുതിച്ചുയരുന്ന വിലക്കയറ്റം, അതുപോലെ രാജ്യമെങ്ങും അരങ്ങേറുന്ന കുറ്റകൃത്യങ്ങൾ, ഇതൊന്നും തടയാൻ അങ്ങയ്ക്ക് സാധിക്കുന്നില്ല എന്നാണ് പരാതി. ഈ അടുത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ അങ്ങയുടെ ഭരണത്തിനെതിരായി കേരളത്തിൽ നിന്ന് തന്നെ രാഷ്ട്രീയ രംഗത്ത് തഴക്കവും പഴക്കവുമുള്ള ഒരാളെ തന്നെ എതിരാളികൾ തെരഞ്ഞെടുത്ത വിവരം അങ്ങ് അറിഞ്ഞോ? അധികം ചിരിക്കണ്ട. മര്യാദയ്ക്ക് ഭരിച്ചില്ലെങ്കിൽ ഈ രാജകൊട്ടാരവും സ്ഥാനമാനങ്ങളും എല്ലാം ആ മിടുക്കന്മാർ സ്വന്തമാക്കും. കഷ്ടം തന്നെ. നോം ഈ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കും? എവിടെ നമ്മുടെ മന്ത്രി പുങ്കവൻ രാജസദസ്സിലേക്ക് കടന്നു വന്ന് നമുക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകിയാലും? ഡാർവിനപുരത്തെ മന്ത്രി പുങ്കവൻ മത്തായി മന്ത്രി ആഗതനായാലും രാധികേ ഈ സംഗമം വനവല്ലിക്കൂടിൽ കണ്ടു കൊതിയോടെ, അത് മുല്ലപ്പൂവായി നീളെ നീളെ വിരിഞ്ഞു. ഈ വാക്കുകൾ തേൻതുള്ളികൾ, നീലത്തിങ്കൾ ബിംബം തൂകും അമൃതായി ഇന്ദ്രനീലരാഗച്ചെപ്പുകളിൽ നിറഞ്ഞു. യദുവലകം ഭോജി മുരളിയിലൂതാം ഞാൻ യമുനയിലോളം പോ
സിരകളിലാടാം ഞാൻ. സുരഭിലരാഗം താനം നീയും ഞാനും പാടും നേരം സ്വർഗീയം സ്വയം പരമധുമയ മൃദുല ഹൃദയ കഥകളറിയാം. നിർത്തൂ. നിങ്ങൾ ഇപ്പോഴും രാജ്ഞിയുടെ പിന്നാലെയാണല്ലോ. സ്റ്റോപ്പ് ദിസ് നോൺസെൻസ്. നമ്മുടെ രാജ്യത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകിയാലും മഹാചാരൻ മഹാരാജൻ നോം രാജ്ഞിയുമായി ചേർന്ന് ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്യുകയായിരുന്നു. അതേ പ്രിയതമ, നമ്മുടെ ഡാർവിൻപുരത്തെ ജാരസംഘടനയായ DMMA-യുടെ സ്ത്രീ പ്രവർത്തകർക്കുണ്ടായ പ്രശ്നങ്ങളെപ്പറ്റി പഠിക്കാൻ അങ്ങ് നിയമിച്ച ക്ഷേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. യുക്തമായ നടപടികൾ സ്വീകരിക്കണം. വൈ നോട്ട്? ഡാർവിനുപുരത്തെ സ്ത്രീകളുടെ സുരക്ഷ അത് നമ്മുടെ കൈകളിൽ ഭദ്രമാണ്. ആരെവിടെ? ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് ഉടൻ കൊട്ടാരത്തിലെത്തിക്കൂ. കുറ്റവാളികളെ ഇന്ന് തന്നെ തുറങ്കിലടയ്ക്കണം. പ്രഭു, ഈ ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിൽ പിന്നെ ആ ഫ്രോഡ് രാജഗുരുവിനെ കാണാനില്ല. മുങ്ങിയെന്നാ തോന്നുന്നത്. എനിക്ക് ആ പരട്ടക്കിളവിനെ പണ്ടേ സംശയമുണ്ട്. കൊട്ടാരം രാജഗുരുവിനെ അപമാനിക്കരുത് മന്ത്രി. എവിടെ നമ്മുടെ രാജഗുരു? മന്ത്രതന്ത്ര പ്രഗത്ഭൻ ബിജു ചാവടികൾ രാജസദസ്സിലേക്ക് കടന്നു വന്നാലും നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ തുമ്പിട്ടുന്നില്ല ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും സുല്ല ഇവനെ തൊഴുവാനായി ജനത്തിരക്ക് കാലം എടുത്തു വച്ചാൽ സ്വർഗം പോലും കുഴിയിലോട്ട് കാലം നീട്ടിയിരിക്കുകയാണെങ്കിലും എന്താണ് ഈ കുരുക്കളുടെ ഒരു ആവേശം? പ്രഭോ, ധ്യാന നിമഗ്നനായിരുന്ന നമ്മെ എന്തിനാണ് ഇങ്ങോട്ട് എഴുന്നള്ളിച്ചത്? തന്റെ ഊളത്തരം കേൾക്കാൻ. അമ്മാനെ, സോറി മന്ത്രി, ശ്രദ്ധിക്കൂ. ഗുരു, രാജ്യത്തൊട്ടനവധി പ്രശ്നങ്ങൾ, നമുക്കത് പരിഹരിക്കാൻ എന്താണ് ഒരു മാർഗം? രാജ്യത്തെ രാജകുമാരനും രാജകുമാരിയും വരെ റീലൊക്കേഷൻ പാക്കേജ് കിട്ടിയപ്പോൾ ബ്രിസ്ബേന് പുറത്തേക്ക് കടന്നു. എന്തൊരു അധപ്പതനം. ആദ്യം നമുക്ക് സ്ത്രീ വിഷയം തന്നെ പരിഹരിക്കണം. ആരെവിടെ? ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് ഉടനെ കൊട്ടാരത്തിലെത്തിക്കൂ. പ്രഭു, റിപ്പോർട്ട് വായിക്കുന്നതിന് മുമ്പ് അടിയന് ഒരു കാര്യം ഉണർത്തിക്കുവാനുണ്ട്. ഒരു പരാതിക്കാരി നേരിട്ട് കൊട്ടാരത്തിൽ വന്നിട്ടുണ്ട്. ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന ഒരാളെപ്പറ്റി പരാതി ബോധിപ്പിക്കുവാൻ. പ്രഭു, ഈ സ്ത്രീ നമ്മുടെ DMMA-യിലെ ഒരു പ്രമുഖ നടിയാണ്. ഇവരുടെ പരാതി അങ്ങ് ദയവായി കേൾക്കണം. ആരെവിടെ? പരാതിക്കാരി രാജസദസ്സിലേക്ക് എത്തട്ടെ. കുടുക്കു പൊട്ടിയ കുപ്പായം ഉടുത്തു മണ്ടണ കാലത്തെ മിടുക്കി പെണ്ണെ എന്നോട് നെഞ്ചിൻ നടുക്കിരുന്നവളാണേ നീ, നടുക്കിരുന്നവളാണേ നീ. കുടുക്കു പൊട്ടിയ കുപ്പായം ഉടുത്തു മണ്ടണ കാലത്തെ മിടുക്കി പെണ്ണെ എന്നോട് നെഞ്ചിൻ നടുക്കിരുന്നവളാണേ നീ, നടുക്കിരുന്നവളാണേ നീ. On the floor baby, hit it hard baby, rock the party baby, patulengi podi. On the floor baby, hit it hard baby, rock the party baby, patulengi podi. കുടുക്കു പൊട്ടിയ കുപ്പായം ഉടുത്തു മണ്ടണ കാലത്തെ മിടുക്കി പെണ്ണെ എന്നോട് നെഞ്ചിൻ നടുക്കിരുന്നവളാണേ നീ, നടുക്കിരുന്നവളാണേ നീ. എന്താ
എന്താണ് സഹോദരി പരാതി? നമ്മുടെ രാജ്യത്ത് ഒരു സ്ത്രീ പോലും ദുഃഖിക്കാൻ പാടില്ല. പറഞ്ഞാലും പ്രഭു, ഞാൻ DMMയിലെ ഒരു പ്രമുഖ നടിയും ഈ കൊട്ടാരത്തിലെ ഒരു നർത്തകിയുമായിരുന്നു. ധൈര്യമായി പറയൂ, ഞങ്ങൾ എന്നും അതിജീവിതകളുടെ കൂടെയാണ്. പ്രഭു, ഞാൻ ഒരു 5 വർഷം മുന്നേ DMMയിലെ ഒരു പരിപാടിക്ക് വന്നതാ. എന്നിട്ട് ആരാണ് പീഡിപ്പിച്ചത്? അത് പറയൂ. ഞാൻ ടോയ്ലറ്റിൽ പോയിട്ട് തിരിച്ചു വരികയായിരുന്നു. വരുമ്പോൾ വരുമ്പോൾ അപ്പോൾ പറയൂ. വന്നുകൊണ്ടിരിക്കുമ്പോൾ പുറകിൽ കൂടി വന്നിട്ട് അയാൾ മുൻപിലേക്ക് ചാടി വീണു. എന്നിട്ട് അയാൾ ആരാണ് പിടിപ്പിച്ചത്? DMMയിലെ പ്രമുഖനും അങ്ങയുടെ കൊട്ടാരം വിദൂഷകനുമായ ഇദ്ദേഹം എന്നെ പുറകിൽ കൂടെ വന്നു. പെട്ടെന്ന് മുന്നിൽ ചാടി വീണിട്ട് കണ്ണു മിഴിച്ച് കാണിച്ചിട്ട് പറഞ്ഞ് എന്നെ പേടിപ്പിച്ചു. ഞാൻ ശരിക്കും ഭയന്നു പോയി. നിർത്തൂ. കഷ്ടം തന്നെ. നല്ല മൂഡിൽ വന്നതായിരുന്നു, എല്ലാം പോയി. ഇനി ആരെങ്കിലും പീഡിപ്പിക്കുവാണെങ്കിൽ എന്നോട് മാത്രമായിട്ട് വന്ന് പറഞ്ഞാൽ മതി. ഞാൻ നടപടികൾ സ്വീകരിച്ചോളാം. അനുവദിച്ചുകൂടാ. ആരവിടെ? വിദൂഷക ശിരോമണികൾ, താങ്കൾ കേട്ടില്ലേ ഈ ആരോപണങ്ങൾ? താങ്കളുടെ മറുപടി കേൾക്കുവാൻ നാം ആഗ്രഹിക്കുന്നു. പ്രഭു, ഞാനിപ്പോ കുളിപ്പുരയിൽ നിന്നാണ് വരുന്നത്. കുളിപ്പുരയിൽ നിന്ന് വരുമ്പോൾ അവിടുത്തെ കാര്യങ്ങൾ ചോദിക്കും. ഭക്ഷണശാലയിൽ നിന്ന് വരുമ്പോൾ സാമ്പാറിന് ഉപ്പുണ്ടോ എന്ന് ചോദിക്കും. നിങ്ങളോട് എനിക്ക് അതേ പറയാനുള്ളൂ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. സമയം എത്ര ആയി ചേട്ടാ? ആദ്യം ഞാൻ വാച്ച് കടയിൽ നിന്ന് വരുമ്പോൾ ചോദിക്കണം. അൺസഹിക്കബിൾ. സേനാപതി, ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് അവതരിപ്പിക്കൂ. ഡാർവിനപുരത്തെ ജാരസംഘടനയായ DMMയുടെ സ്ത്രീജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിച്ച് ക്ഷേമ കമ്മിറ്റി പുറത്തുവിടുന്ന റിപ്പോർട്ട്. ആരോപണ വിധേയരുടെ പേര് വിവരങ്ങൾ താഴെ പറയുന്നു. 1. DMMA പ്രസിഡന്റ്. 2. DMMA സെക്രട്ടറി. 3. DMMA ട്രഷറർ. 4. DMMA PRO. എല്ലാവരും ഉണ്ടല്ലോ. എല്ലാത്തിനെയും തുറകിലടക്കണം. പ്രഭു, തീർന്നിട്ടില്ല, ബാക്കിയും കൂടെ വായിക്കട്ടെ. DMMയിലെ പ്രമുഖർക്ക് ഒത്താശ ചെയ്തു കൊടുത്ത ഡാർവിനപുരം കൊട്ടാരത്തിലെ പവർ ഗ്രൂപ്പിലെ അംഗങ്ങളുടെ പേര് വിവരങ്ങൾ ഞാൻ ചുവടെ വായിക്കുന്നു. 1. മഹാരാജൻ സോജരാജൻ. 2. മന്ത്രി പൊങ്കവൻ മത്തായി മന്ത്രി. 3. രാജഗുരു വിജു ചാവടികൾ. 4. കൊട്ടാരം വിദൂഷകൻ. 5. സേന. ഈ റിപ്പോർട്ട് വായിച്ചാൽ മൊത്തം പ്രശ്നമാകും. രാജകൊട്ടാരം അടപടലം തകരും. ഡാർവിനുപുരത്തെ സ്ത്രീജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെങ്കിൽ ഈ കാബാലികന്മാരെയെല്ലാം തുറങ്കിലടയ്ക്കണം. എല്ലാവരും സ്ഥാനമാനങ്ങൾ രാജിവെക്കണം. അങ്ങനെ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ രാജിവെക്കാൻ പറ്റൂ? ഈ തൊട്ടതും പിടിച്ചതും തന്നെയാണ് പ്രശ്നം. പ്രഭു, മാന്യരായ നമ്മുടെ രാജവംശത്തെ പറ്റി അപവാദം പടർത്തിയ ക്ഷേമ കമ്മിറ്റിയെ തുറുങ്കിലടയ്ക്കണം. അതെ, തീർച്ചയായും. എന്തെല്ലാം പ്രശ്നങ്ങൾ! രാജഗുരു, മഹാമന്ത്രി, നാം എന്താണ് ചെയ്യുക? ഈ രാജ്യത്തെ രക്ഷപ്പെടുത്താൻ എന്താണൊരു മാർഗം? നമ്മെ ഉപദേശിച്ചാലും. പ്രഭോ, നമ്മുടെ തപോമണ്ഡലത്തിൽ ഒരു ശീൽക്കാരം കേട്ടിരിക്കുന്നു. നമ്മുടെ ഈ വർഷത്തെ ഓണാഘോഷം നമുക്ക് ഗംഭീരമാക്കണം.
നമ്മുടെ നാടിനെ മാവേലി തമ്പുരാന്റെ പോലെയുള്ള രാജ്യമാക്കി മാറ്റണം. നോം നമ്മുടെ തപശക്തിയിലൂടെ മാവേലി തമ്പുരാനെ തന്നെ കൊട്ടാരത്തിലെത്തിക്കാം. തപശക്തിയിലൂടെ ഒരു ചിക്കൻ പീസ് പോലും ഇന്നേ വരെ ഇവിടെ എത്തിച്ചിട്ടില്ല ഈ കുരു. പ്രഭു, നമുക്ക് മറ്റെന്തെങ്കിലും വഴിയുണ്ടോന്ന് ആലോചിച്ച് നോക്കാം. അതായിരിക്കും നല്ലത്. നമ്മുടെ പുത്രി ഡാർവിൻപുരത്തെ രാജകുമാരിയോട് ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. അതിസമർത്ഥയാണല്ലോ അവൾ. അതെ, എവിടെ നമ്മുടെ പ്രിയപുത്രി ഡാർവിനപുരം ഇളവരശി രാജകുമാരി? കൊട്ടാരത്തിലേക്ക് കടന്നു വന്നാലും രാജസുന്ദരി മൗലീമണി ഡാർവിനപുരം രാജകുമാരി ലക്ഷ്മി കുമാരി രാജസദസ്സിലേക്ക് എഴുന്നള്ളിയാലും രാജകുമാരിക്ക് കൊട്ടാരത്തിലേക്ക് സ്വാഗതം. നമ്മുടെ രാജഗുരുവിന്റെ നിർദ്ദേശമനുസരിച്ച് നമ്മുടെ ഓണാഘോഷത്തിന് പ്രജാവത്സലനായ മാവേലി തമ്പുരാനെ ഹോമമന്ത്രങ്ങളിലൂടെ പ്രത്യക്ഷപ്പെടുത്തുവാൻ നാം ആഗ്രഹിക്കുന്നു. എന്താണ് കുമാരിയുടെ അഭിപ്രായം? അല്ലയോ പിതാമഹ, അതെ, രാജ്യമൊട്ടാകെ പ്രശ്നത്തിലാണ്. നമുക്കത് മനസ്സിലാകും. ബ്രിസ്ബേനപുരം രാജാവ് റീലൊക്കേഷൻ പാക്കേജ് കൊടുത്ത് നമ്മുടെ പ്രജകളെ തട്ടിയെടുക്കുന്നു. അത് നമുക്ക് അവസാനിപ്പിക്കണം. അതേ പിതാമഹ, രാജ്യക്ഷേമത്തിനായി നമുക്ക് ആശ്രയിക്കാവുന്നത് സാക്ഷാൽ മഹാബലി തമ്പുരാനെ തന്നെയാണ്. കൊള്ളാം, നാം പ്രഖ്യാപിക്കുന്നു. ഡാർവിനപുരം കൊട്ടാരത്തിന്റെ 15ാം ഓണാഘോഷ പരിപാടികൾ രാജ്യമെങ്ങും ആഘോഷ സമ്മിശ്രമായി കൊണ്ടാടുവാൻ നാം കൽപ്പിക്കുന്നു. മന്ത്രകർമ്മ ഹോമവിധികളിലൂടെ മാവേലി തമ്പുരാനെ രാജ്യത്തേക്ക് എത്തിക്കുവാൻ നമ്മുടെ രാജഗുരുവിനെ ചുമതലപ്പെടുത്തുന്നു. രാജ്യമെങ്ങും ആഹ്ലാദത്താൽ ആർമാദിക്കട്ടെ. ആഘോഷ പ്രകമ്പനം ആഘോഷ പ്രകമ്പനം. ഡാർവിനപുരം കൊട്ടാരത്തിന്റെ 15ാം ഓണാഘോഷത്തിലേക്ക് സർവരെയും സ്വാഗതം ചെയ്യുന്നു. രാഷ്ട്രീയ മതഭേദമന്യേ എല്ലാവരും ഒന്നായി മാവേലി തമ്പുരാനെ വരവേൽക്കുവാൻ ഒരുങ്ങണം എന്ന് രാജകൽപ്പന. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, അത്തം 10 സിന്ദാബാദ്, അത്തം 10 സിന്ദാബാദ്, സഖാവ് മാവേലി സിന്ദാബാദ്, സഖാവ് മാവേലി സിന്ദാബാദ്. മൂന്നടി എന്ന് പറഞ്ഞിട്ട് മൂർദാവിനിട്ട് ചവിട്ടിയവനെ, മൂർദാവിനിട്ട് ചവിട്ടിയവനെ, ആനക്കള്ള വാമന, ആനക്കള്ള വാമന, ഇല്ല ഇല്ല മരിക്കുന്നില്ല, ഇല്ല ഇല്ല മരിക്കുന്നില്ല.
സഹാവ് മാവേലി മരിക്കുന്നില്ല. സഖാവ് മാവേലി മരിക്കുന്നില്ല. സാമ്രാജ്യത്വ ശക്തിക്കെതിരെ ജാതി കോമര വാഴ്ചക്കെതിരെ സഹാവിന് ഓർമ്മ പുതുക്കുകവാം. സോഷ്യലിസം സിന്ദാബാദ്. സഹാവ് മാവേലി സിന്ദാബാദ്. ഹാപ്പി ഓണം സിന്ദാബാദ്. ഹാപ്പി ഓണം സഹാക്കളെ. ഇൻകുലാബ് സിന്ദാബാദ്. ഇൻകുലാബ് സിന്ദാബാദ്. സഖാക്കളെ, നമ്മുടെ പ്രിയപ്പെട്ട മാവേലി സഖാവിനെ ഓർക്കുന്ന ഓണം എന്ന ഈ വിപ്ലവ ഉത്സവത്തിന് ഡാർവിനപുരം ലോക്കൽ കമ്മിറ്റിയുടെ അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു. എന്താണിത്? ഈ രാജകൊട്ടാരത്തിന്റെ ഓണാഘോഷങ്ങൾ നിങ്ങൾ നശിപ്പിക്കും. ഇവിടെ മുദ്രാവാക്യങ്ങളല്ല, കലാപരിപാടികളാണ് നമുക്ക് വേണ്ടത്. ഇതാണ് ഞങ്ങളുടെ കലാപരിപാടി, ഓണപ്രകടനം. ഇത് ഞങ്ങൾ എവിടെയും നടത്തും. വാമന ജയന്തിക്ക് ധീര വീര വാമന, ധീരതയോട് നയിച്ചോളൂ, സംഘശക്തികൾ പിന്നാലെ, വാമന വീര ദേവകുമാര, മാവേലി എന്നൊരു മൂരാച്ചിയെ പാതാളത്തിൽ വിട്ടവനെ, കുടവേറാ പെരുവേറ, മാവേലി മൂരാച്ചി, വാമനമൂർത്തി നേതാവേ, ബോലോ വാമന ജയന്തിക്ക്, വാമന ജയന്തി ആഘോഷിക്കുന്ന ഡാർവിനപുരത്തെ എല്ലാ സംഘ സുഹൃത്തുക്കൾക്കും എന്റെ നമോവാകം. എന്താണത്? നമ്മുടെ രാജ്യസദസ്സിൽ ഈ വക തോന്നിവാസങ്ങൾ അനുവദിക്കില്ല. ആരവിടെ? കള്ളത്തരത്തിൻ രാജാവേ, നാറിയ ഭരണം വേണ്ടേ വേണ്ട, ഓർക്കുന്നില്ലേ നാട്ടാരേ, മാവേലിയുടെ ഭരണത്തിൽ മൂതടി മണ്ണിൻ പേര് പറഞ്ഞ് പച്ചടി കിച്ചടി സാമ്പാറ്, അവിയല് തോരൻ പുളിശ്ശേരി, നാലും കൂട്ടി ഊണ് കഴിച്ച് മൂക്കുമുട്ട തിന്നിട്ട് ഹോമം നടത്തും രാജാവേ, ഹേ രാജാ പോടാ രാജ. ശാന്തരാകൂ. ഞാൻ തുടങ്ങും. ഇല്ല, ഞാൻ തുടങ്ങും. ഞാനല്ലേ പ്രസിഡന്റ്, അതെങ്ങനെയാ? ഞാൻ തുടങ്ങി വെച്ചോളാം, എന്നിട്ട് പ്രസിഡന്റ് തുടർന്നോളൂ. ഞാനല്ലേ പ്രസിഡന്റ്, ഞാൻ തുടങ്ങാം, അത് കഴിഞ്ഞ് നിങ്ങൾ തുടർന്നോളൂ. എന്നാ താൻ കൊണ്ട് ഉണ്ടാക്ക്. പ്രിയപ്പെട്ട ജനങ്ങളെ, ഈ ഡാർവിനപുരത്തെ രാജാവിന്റെ അഴിമതിയാണ് ഇവിടെ നടക്കുന്ന ഹോമം. ഈ ഹോമത്തിലൂടെ മാവേലി വരത്തില്ല എന്ന് ഞാൻ ഉറക്കെ പ്രസ്താവിക്കുകയാണ്. ഹോമത്തിനെതിരായ ഈ സമരത്തിന് സമഗ്രമായ സംഭാവനകൾ നൽകി ഈ സമരത്തെ വിജയിപ്പിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. സഖാവ് മാവേലിക്ക് ആശംസകൾ അർപ്പിക്കുകയാണ്. സഖാക്കളെ, നമ്മുടെ പ്രിയപ്പെട്ട മാവേലി സഖാവിനെ ഓർക്കുന്ന ഈ ഓണം എന്ന വിപ്ലവോത്സവത്തിൽ അഭിവാദനങ്ങൾ അർപ്പിക്കുകയാണ്. രക്തസാക്ഷിയായ മാവേലി സഖാവിന് 100 ചുവപ്പിൻ്റെ അഭിവാദനങ്ങൾ. വാമന ജയന്തി നമ്മുടെ ദേശീയ ഉത്സവമായി ആചരിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. വാമന ജയന്തി ആഘോഷത്തിന് ബലിദാനിയായ മാവേലിയെ ഓർക്കുന്ന നമ്മുടെ സംഘത്തിന് ധ്വജപ്രണാമം. അങ്ങോട്ട് മാറി നിൽക്കടാ, ഞാൻ സംസാരിക്കാം. ഞാനാണ് പ്രസിഡന്റ്. നിർത്തൂ. എന്താണ് നമ്മുടെ കൊട്ടാരം കലാപകലുഷിതമാകുന്നത്? ഏതാ ഈ വേട്ടാവളി? എന്ത്? ഡാർവിനപുരത്തെ രാജാവിനെ അപമാനിക്കുന്നു. എല്ലാവരും പിരിഞ്ഞു പോയില്ലെങ്കിൽ ഞങ്ങളുടെ രക്ഷാപ്രവർത്തനം ഉടൻ ആരംഭിക്കുന്നതായിരിക്കും. അല്ലയോ ഭടന്മാരെ, രാജ്യസ്നേഹമില്ലാത്ത ഈ കപട രാഷ്ട്രീയക്കാരെ മാറ്റി നിർത്തൂ. ഹോമം തുടരട്ടെ.
തമ്പുരാൻ, അങ്ങ് ഭരിച്ചതുപോലുള്ള ഒരു ക്ഷേമരാജ്യമാക്കി ഈ രാജ്യത്തെ മാറ്റുവാൻ നാം എന്താണ് ചെയ്യേണ്ടത്? അങ്ങ് ഉപദേശിച്ചാലും. എല്ലാ പ്രജകൾക്കും മഹാരാജാവിനും പരിവാരങ്ങൾക്കും ക്ഷേമം തന്നെയെന്ന് കരുതുന്നു. മനുഷ്യരെല്ലാരും ഒരുപോലെ ആമോദത്തോടെ കള്ളവും ചതിയും പൊളിവചനവും ഇല്ലാത്ത എന്റെ നാട് പോലെ ഒരു നാട്, അതാണ് താങ്കൾക്ക് വേണ്ടതെങ്കിൽ എനിക്ക് വാമനകുമാരനെ കൂടി ഇങ്ങോട്ടേക്ക് ക്ഷണിക്കേണ്ടതുണ്ട്. അല്ലയോ വാമനകുമാര, നോം അങ്ങയ്ക്ക് എന്താണ് നൽകേണ്ടത്? മുൻപ് കാലചക്രങ്ങൾക്ക് മുമ്പ് ഞാൻ അങ്ങയോട് ആവശ്യപ്പെട്ട അതേ കാര്യം, 3 അടി മണ്ണ്. അന്ന് ആദ്യ 2 അടികൾ കൊണ്ട് അങ്ങ് ആകാശ, ഭൂമി, പാതാള മണ്ഡലങ്ങളെ അളന്നു. 3ാമത് അങ്ങയുടെ പാദസ്പർശനത്തിനായി നോം നമ്മുടെ ശിരസ് താഴ്ത്തിത്തന്നു. ഇന്ന് ഈ നാടിന്റെ നന്മയ്ക്കായി നോം അടിയന്റെ ശിരസിനു പകരം ജനനന്മ ആഗ്രഹിക്കാത്ത ഈ രാഷ്ട്രീയ നേതാക്കന്മാരുടെ തലകൾ നൽകുന്നു. അങ്ങയുടെ 3 അടി പാദസ്പർശനത്താൽ ഈ രാജ്യവഞ്ചകരെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തു. പ്രജാതൽപരരായ രാജ്യ നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന നേതാക്കന്മാരുടെ നാടായി ഈ നാട് മാറട്ടെ. ആരവിടെ? ഈ സ്വാർത്ഥ താൽപരരായ നേതാക്കളെ പിടിച്ചുകൊണ്ടുവരൂ. എന്നെ വിട്, എന്നെ വിട്. എന്നെ വിട്. അങ്ങോട്ട് മാറി നിൽക്കൂ. നന്മയ്ക്കെതിരായി പ്രവർത്തിക്കുന്ന ഈ കപട നേതാക്കളെ ചവിട്ടിത്താഴ്ത്തി നമ്മുടെ നാട് മാവേലി തമ്പുരാന്റെ ക്ഷേമരാഷ്ട്രം പോലെ ആയിരിക്കുന്നു. നമുക്കെല്ലാവർക്കും ചേർന്ന് ആഘോഷിക്കാം. നമ്മുടെ പ്രജകൾ ഇനി നമ്മെ നാടിൻ നന്മകനും പൊന്മകനും മുത്തായവനും ഒക്കെയായി വാഴ്ത്തിപ്പാടും. രാജ്യമെങ്ങും ആവേശത്താൽ അർമാദിക്കട്ടെ. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ, നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ, കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ, ഞങ്ങൾ കണ്ണനായി വന്നവനെ. ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ തുമ്പിട്ട് നില്ല്, ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും സുല്ല്. ഇവനെ തൊഴുവാനായെന്നും ജനത്തിരക്ക്, കാലം എടുത്തു വച്ചാൽ സ്വർഗം പോലും മണ്ണൽ